മലപ്പുറം ജില്ലയിൽ തിരുവാലി പഞ്ചായത്തിലും UDF മുന്നണിയിൽ തമ്മിലടി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കാത്തതിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ മുസ്ലിം ലീഗ് തീരുമാനം. മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ വിട്ടുനിന്നാൽ ഭരണം LDF-ന് ലഭിക്കും. തിരുവാലി പഞ്ചായത്തിലെ ആകെയുള്ള 19 വാർഡിൽ 11ലും വിജയിച്ചത് UDF മുന്നണിയാണ്. കോൺഗ്രസ് 7 സീറ്റിലും മുസ്ലിം ലീഗ് 4 സീറ്റിലും ജയിച്ചു. ഇവിടെ LDF-ന് 8 സീറ്റുണ്ട്. മുസ്ലിം ലീഗ് നിർണായകമായ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം വീതം വയ്ക്കണം എന്നാണ് ലീഗ് നേതാക്കളുടെ ആവശ്യം. എന്നാൽ കോൺഗ്രസ് ഇതിന് വഴങ്ങിയിട്ടില്ല. 15 വാർഡിൽ കോൺഗ്രസ് മത്സരിക്കുകയും 4 വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയും ചെയ്തു. ഈ രണ്ട് സംഘടനകൾ മാത്രമേ തിരുവാലി പഞ്ചായത്തിൽ UDF-ന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നല്ല വിജയം കരസ്ഥമാക്കി കോൺഗ്രസ് 7 വാർഡിലും മുസ്ലിം ലീഗ് 11 വാർഡിലും വിജയിക്കുകയും 4 വാർഡിൽ വിജയിക്കുകയും തിരുവാലി പഞ്ചായത്ത് ഭരണം കരസ്ഥമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 40 വർഷമായി LDF ആണ് തിരുവാലി പഞ്ചായത്ത് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ 16 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 8 സീറ്റ് വീതം LDF-നും UDF-നും. നറുക്കിട്ട് വീണ്ടും ഭരണം LDF-ന്റെ കൈകളിൽ. പക്ഷേ ഇത്തവണ കാറ്റ് UDF-ന് അനുകൂലമായെങ്കിലും മുന്നണിക്കുള്ളിലെ തമ്മിലടി ഭരണം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും ലീഗ് വിട്ടുനിന്നാൽ വീണ്ടും LDF-ന് ഭൂരിപക്ഷം ലഭിക്കും. ഇതോടെ ഇക്കുറിയും ഇടത് ഭരണം തുടരും. ജനം, മലപ്പുറം.